വേദിയിൽ കയറി എന്നാൽ എന്ത് വിവരക്കേടും വിളിച്ചു പറയുന്ന പൊതുപ്രവർത്തകർക്ക് ശക്തമായ താക്കീതാണ് സുപ്രീം കോടതി നൽകുന്നത്. മധ്യപ്രദേശിലെ മന്ത്രി പുലിവാലി പിടിച്ചല്ലോ. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ മന്ത്രി വിജയ് ഷായുടെ വിദ്വേഷ പരാമർശത്തിൽ 3 അംഗ പ്രത്യേക അന്വേഷണ സംഘം മധ്യപ്രദേശ് സർക്കാർ രൂപീകരിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, മധ്യപ്രദേശ് സർക്കാർ ആദ്യം വളരെ അവധാനതയോടെയാണ് ഈ പ്രശ്നത്തെ സമീപിച്ചത്. ഇതങ്ങ് പൊയ്ക്കോളും. പക്ഷേ സുപ്രീം കോടതി എടുത്ത കടുത്ത നിലപാട് മധ്യപ്രദേശ് സർക്കാരിന് തിരിച്ചടിയായി. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പുതിയ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഒരു IG, ഒരു DIG, ഒരു SP എന്നിവരൊക്കെ തന്നെ ഈ അന്വേഷണ സംഘത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം മാപ്പ് അപേക്ഷിച്ചെങ്കിലും ആ മാപ്പ് സുപ്രീം കോടതി തള്ളിക്കളയാണ് ഉണ്ടായത്. വിനീത VG ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഈ കേസ് സുപ്രീം കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പരിഗണിക്കുന്ന ഘട്ടത്തിൽ വിജയ് ഷാ അദ്ദേഹം സുപ്രീം കോടതിയിൽ മാപ്പപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മാപ്പ് കോടതി തള്ളുകയാണ് ഉണ്ടായത്. ഇതിപ്പോൾ നിലവിലെ ഈ നിയമാവലികളിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയാണ്, രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു മാപ്പപേക്ഷയുമായി ഇപ്പോൾ മന്ത്രി എത്തിയിരിക്കുന്നതെന്നുള്ളതായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഒപ്പം തന്നെ ഇത് പ്രത്യേക അന്വേഷണ സംഘം ഈ പരാമർശത്തെക്കുറിച്ച് അന്വേഷിക്കട്ടെ എന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശത്തെ തുടർന്നാണ് മധ്യപ്രദേശ് സർക്കാർ 3 അംഗ സമിതിയെ, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘം ഇനി ഈ കേസ് അന്വേഷിക്കും. ഒപ്പം തന്നെ മന്ത്രിയുടെ വിവാദ പരാമർശത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്യും. അതിൽ IG, DIG ഒപ്പം SP എന്നിങ്ങനെ 3 പേർ അടങ്ങുന്നതാണ് ഈ സംഘം. ഇന്നലെ തന്നെ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശാലമായിട്ടൊരു വാദം കേൾക്കുകയും ഒപ്പം തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഇതിൽ നടത്തണമെന്നും പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തൊട്ടു പിന്നാലെ തന്നെ 3 അംഗ സമിതിയെ, പ്രത്യേക അന്വേഷണ സംഘത്തെ മധ്യപ്രദേശ് സർക്കാർ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. SK